ഫിക്കി എന്ന് പറയുന്ന വലിയൊരു അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലൊരു 1927 തുടങ്ങി വെച്ച ഗാന്ധി തുടങ്ങി വെച്ച, അതായത് ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് 1927 അതിന് അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രി നന്നായി വളരുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെയാണ് ബജാജും അതുപോലെ തന്നെ കിർലോസ്കറും ഒക്കെ വന്നിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഫിക്കി ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഏരിയകളിലും പ്രൈവറ്റ് സെക്ടേഴ്സിലായാലും പബ്ലിക് സെക്ടേഴ്സിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പം ചലച്ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഥയാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ പറയുന്ന വിഷ്വൽ കണ്ടൻറ്റുകളൊക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തന രംഗങ്ങളിലും കാഴ്ചയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പം അത് വളരെ വലിയ നിലയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം, പല ചലച്ചിത്രങ്ങളാണെങ്കിലും പല കമേഴ്സിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപക്ഷെ കാഴ്ചയുടെ ഒരു നമുക്കൊക്കെ തീർത്തും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാഴ്ചയ്ക്കൊരു നല്ലൊരു ഗ്രാമർ കിട്ടിയ ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അത് ഇന്ന് ഉപയോഗിക്കുന്ന വിധത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്. സിനിമകളിൽ പറയുന്ന വിധത്തിലും അതല്ലാതെ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലും അത് കടന്നു വരുന്ന വിധത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി വരുന്ന 5 വർഷത്തെ പഞ്ചവത്സര പദ്ധതിയിൽ അവർ കൺസീവ് ചെയ്ത ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ അതൊരു ചാമ്പ്യൻ സെക്ടറായിട്ട് അവർ ട്രീറ്റ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ 5 ട്രില്യൺ എക്കോണമി എത്തും. അതിൽ 10 ഇൻഡസ്ട്രികളിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നതിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് എല്ലാ സ്റ്റേറ്റുകൾക്കും അതിൻ്റേതായിട്ടൊരു പോളിസീസ് ഉണ്ട്. അപ്പം ഫിക്കിയാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, തെലുങ്കാന അങ്ങനെയുള്ള മറ്റുള്ള സ്റ്റേറ്റുകൾ, ഈവൻ UP അടക്കം നമ്മൾ അവരുടെ ഒരു സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്. ഇത്രയും സ്റ്റേറ്റുകളിൽ അവർ ഇൻവോൾവ് ചെയ്ത വിധങ്ങൾ, അപ്പോൾ ആ ഇൻവോൾവ്മെൻ്റാണ് അവരുടെ അറിവാണ്. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു AVGC സെക്ടറിൽ ഒരു കോൺക്ലേവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പോളിസി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇത് മാറുന്നത്. അപ്പം 8-ാം തീയതി ചീഫ് സെക്രട്ടറി ഇതിൻ്റെ നിലയിൽ AVGCക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും വ്യക്തികളുടെയും കൂടെ ഒരു 10-30-40 പേരുടെ അറിവുകൾ ഇവർ ശേഖരിക്കുകയുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങൾ അത് കൺസൈസായിട്ട് 8-ാം തീയതി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും അതൊരു ഡ്രാഫ്റ്റ് പോളിസിയുടെ തുടക്കമായിട്ട് മറ്റുള്ള ഗവൺമെൻറ് തലത്തിൽ അത് ഡിസ്കസ് ചെയ്യുകയും അത് പിന്നീട് ചീഫ് മിനിസ്റ്ററിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആശിഷ് കുൽക്കർണിയും ഈ സെക്ടറിൽ ഒരു വെറ്ററനാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും AVGC, അതായത് AVGC എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, അനിമേഷൻ, അതുപോലെ തന്നെ VFX, ഗ്രാഫിക്സ്, കോമിക്കും, പിന്നെ എക്സ്റ്റൻഡഡ് റിയാലിറ്റി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചാമ്പ്യൻ സെക്ടറിൽ
ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺസിഡർ ചെയ്യുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ആ ടാസ്ക് ഫോഴ്സിലെ മെമ്പറാണ്. 10-12 പേര് ചേർന്ന ഒരു ടാസ്ക് ഫോഴ്സിലെ ഒരു മെമ്പർ കൂടിയാണ് അദ്ദേഹം. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് INB സെക്രട്ടറി അപൂർവ ചന്ദ്രൻ. അദ്ദേഹമാണ് അതിൻ്റെ. കാരണം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ് AVGC സെക്ടറിലെ ചാമ്പ്യൻ സെക്ടറായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു അർത്ഥത്തിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, ഈ കോമിക് എന്ന് പറയുന്നത് പോലും ഒരു ഗ്രാഫിക് ഇൻ്റർപ്രട്ടേഷനും അതിൻ്റെ സോഷ്യൽ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പം അബു എബ്രഹാം ആണെങ്കിലും കൊള്ളാം, നമുക്ക് ഇന്നത്തെ നാഷണൽ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന എല്ലാ വ്യക്തികളും, ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് മലയാളികളുടെ പ്രസൻസാണ് അതിനകത്ത് കംപ്ലീറ്റായിട്ട്. അപ്പം AVGC അതിൻ്റെ സ്കില്ലെന്ന് പറയുന്ന ഒരു ഏരിയയാണ്. നമ്മളെ കൂടാതെ സിനിമകളിലും, അതുപോലെ തന്നെ ഓസ്കർ അവാർഡ് കിട്ടുന്ന പടങ്ങളിലും, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും മറ്റുള്ള എല്ലാ ഏരിയകളിലും ഒക്കെ തന്നെ പ്രധാനമായിട്ടും മലയാളികളുടെ പ്രസൻസ് ഉള്ളപ്പം, സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം എഡ്യൂക്കേഷൻ്റെ ഒരു പ്രസൻസോടുകൂടിയ സ്കില്ല് കേരളത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുകയും അഡ്വക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു ആനിമേറ്റർ കൂടിയാണ്. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ അറിവെന്ന് പറയുന്നത് ഹോളിവുഡിലും മറ്റുള്ള ഇൻ്റർനാഷണൽ സിനിമകളിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ, ഡിസ്നി അടക്കം ഉള്ള മേജർ ഫിലിം പ്രൊഡ്യൂസിങ് കമ്പനിയായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ എന്താണ് ആവശ്യം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് രാവിലെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും അനിമേഷൻ ഇതുപോലുള്ള ഇൻഡസ്ട്രീസിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ KSFDC എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് സൂചിപ്പിക്കാൻ കാരണം, ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. സീഡിറ്റിൽ ജയരാജുണ്ട്. അപ്പോൾ ജയരാജ് ഇവിടെ ഉണ്ട്, അദ്ദേഹം സീഡിറ്റിൻ്റെ ഡയറക്ടറാണ്. പിന്നെ അനൂപ് സ്റ്റാർട്ടപ്പിൻ്റെ ഹെഡാണ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ഡിസ്കിൻ്റെ, അതായത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഫിക്കിയായിട്ട് സഹകരിച്ച് ഗവൺമെൻറ്റിന് ഈ 8-ാം തീയതി ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസുകളെല്ലാം കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിക്കിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജനറൽ, അതായത് സെക്രട്ടറി ജനറൽ, അവർ ലീന ജിസ്വാനി, അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത്, അവർ ഒരുപാട് ഏരിയകളിൽ, അതായത് ഫിക്കിയുടെ പല ഏരിയകളിൽ, ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, അതിനോടൊപ്പം തന്നെ ഈവൻ കൊമേഴ്സിൻ്റെ ഇതിൽ, ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ, ട്രേഡ്സ്, ഇതെല്ലാം അവരുടെ കീഴിലാണ് വരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് മേജർ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവരുടെ പ്രസൻസാണ്. വെനീസ് ആയാലും ബെർലിനാണെങ്കിലും ക്യാനിലാണെങ്കിലും ഫിലിം മേക്കേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പം വളരെ ലോങ് ആയിട്ടൊരു കരിയർ ഫിക്കിയിലുണ്ട്. അപ്പം അവർ മറ്റുള്ള സ്റ്റേറ്റുകളിലെ മറ്റുള്ള പോളിസി ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അവരുടെ ഡ്രാഫ്റ്റ് പോളിസികൾ ഉണ്ടാക്കി കൊടുക്കുകയും, അതുപോലെയുള്ള മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ചിലപ്പോൾ ഒരു DPR ഉണ്ടാക്കുന്നതിലും അതിൻ്റെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഒക്കെ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും, അത് പക്ഷേ ഇൻഡസ്ട്രിയിൽ ഉള്ള വ്യക്തികൾ മാത്രമല്ല ഗവൺമെൻറ്റിലും ഒരുപാട് അപ്രീസിയേഷൻ വാങ്ങിയെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ലീന ജിസ്വാനി. പിന്നെ ജവ് മാർട്ടൂൺസ്, ഒരുപക്ഷെ ഈ AVGC എന്ന് പറയുന്ന ആനിമേഷൻ എന്താണെന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് ഇതിനൊരു വളരെ ഹൈ ആയിട്ടൊരു ഫോക്കസ് ഉള്ള ഒരു ഏരിയ ആണെന്ന് ഒരുപക്ഷെ ആൾക്കാർ ഒരു ഡൈനാമിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ഇന്ന് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് വ്യക്തികളെ വളരെയധികം ആൾക്കാരെ ഈ AVGC സെക്ടറിലേക്ക് ട്രെയിൻ ചെയ്ത് അയക്കുകയും അതിനകത്ത് വന്നവരെല്ലാവരും തന്നെ
ജോലി കിട്ടി മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ കുറേ കൂടെ ഇലാബറേറ്റായിട്ട് ജയകുമാർ ആലോചിക്കുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൻ്റെ അതിൻ്റേതായിട്ടൊരു പോളിസി ഡിസിഷൻസ് വേണ്ടിയിരിക്കുന്നു. അദ്ദേഹവും നമ്മുടെ കൂടെ സ്റ്റേജിലുണ്ട്. KSFDCയുടെ മാനേജിങ് ഡയറക്ടറാണ് അബ്ദുൾ മാലിക്. നേരത്തെ GCDയുടെ ഇവിടുത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ പരിചയമാണ്. പക്ഷേ അദ്ദേഹം KSFDC ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. ആ ഡൈനാമിക്കായിട്ടുള്ള ഒരു വ്യക്തിത്വം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ നമുക്കിവിടെ വീണ്ടും KSFDCയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിവിടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതിലും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് CDT ജയരാജ് ഇവിടെ ഉണ്ട്. മറ്റ് 2 വ്യക്തികൾ അനൂപിനും ഉണ്ണികൃഷ്ണനും വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലും നമ്മൾ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി ലെവലിലും ഒക്കെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ഇൻഡസ്ട്രി വേൾഡ് ഓവറിലും $365 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൽ 1% മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു മേജർ ഇൻഡസ്ട്രി ആയിട്ട് നമ്മളൊരു 20% എങ്കിലും തന്നെ വലുതാവുകയാണെങ്കിൽ കിട്ടാവുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി 5 വർഷം കൊണ്ട് 20 ലക്ഷം ആൾക്കാർക്കെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്കില്ലുണ്ടാകണം. പക്ഷേ ഇൻഡസ്ട്രി വളർന്നാൽ മാത്രം പോരാ, ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റീസും വലുതാക്കണമെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ, അപ്പോൾ കേരളത്തിൽ അതിനുള്ളൊരു സ്ഥാനവും കേരളത്തിൽ അത് കിട്ടുന്ന ഒരു സന്ദർഭവും വളരെ വലുതായിരിക്കും. കേരളത്തിലുള്ള പലർക്കും ജോലി കിട്ടുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വർക്ക് അറ്റ് ഹോം എന്നുള്ള നിലയ്ക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക, ഹൈ എൻഡിലിരുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കേരളത്തിന് നമ്മുടെ മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവായിട്ട് ഒരുപക്ഷെ ഒരു ലേബർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സ്കില്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം 10-20 ലക്ഷം ആൾക്കാർക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ സ്ഥാനം കിട്ടുമ്പോൾ അതിലൊരു 10-20% പോലും നമുക്ക് കിട്ടണം. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് മറ്റുള്ള സ്റ്റാർട്ടപ്പ് മിഷൻസും അതുപോലെയൊക്കെ ഡിസ്കും CDT ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യങ്ങർ ജനറേഷനിൽ ഒരു ഹൈ ഡെൻസിറ്റി ഒരു തൊഴിൽ സാധ്യതകളാണ് ഇവിടെ നമുക്ക് പ്രസക്തമാകുന്നത് എന്നുള്ളത്. അപ്പം ആഷിഷിനെ കുറിച്ച് എനിക്കൊരുപാട് പറയേണ്ടി വരും. പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം അദ്ദേഹം മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അദ്ദേഹം എഡ്യൂക്കേഷനിൽ ആ രംഗങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അതിനേക്കാൾ ഉപരി കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് പോലും ഞങ്ങൾക്ക് സന്തോഷമുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്സാണ്. അദ്ദേഹത്തിന് ഇവിടെ വരാനും നമ്മോടൊപ്പം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം he's a internationally known educationist as well as an animator. More than that, we are all blessed because of his presence here. So is Leena, which I have already explained in Malayalam. Probably in that sense, we are blessed that their presence here. Many of the questions from your side, probably they will give you a better answer than myself, considering the future of the AVGC sector for the next many years to come. As everybody knows, artificial intelligence, creativity and other areas where this particular sector in entertainment will bring lots of areas for creativity as well as for to understand this area through the skills in a high level of degree of a sense of aesthetics and then the philosophy that is embedded in that particular area. And thank you, Ashish ji, and I just hand it over to you for the good reason that I have already explained to you who
are probably the idea behind this, and then our content to be presented before the Chief Secretary on the 8th, where he has a very short time to do that thing, still working day and night for the last many months to say that he has already prepared one or two drafts or fifth drafts, and then he has to be furnished into another draft with a lot of content and support from the people around us, from the stakeholders from the Kerala, and which he got it today in the morning section, and he is going to redo it and present it before the Chief Secretary immediately. Unfortunately, he is a great friend of Chief Secretary also. Thank you. Thank you very much, Saji sir. Namaskaram. Actually, I would like to state that our journey in animation for India started almost in 1995-96. Toons Media Group, which is now headed by Jayakumar sir, was established in Trivandrum in 1999. And ever since our journey to come to Kerala began in 1999 to come to Toons. But coming to Toons was one reason. Every year we hired up to 60-70 great artists from Kerala and took them to Bangalore, Hyderabad, Pune, Mumbai and all these places. I'm glad to say that all these artists have grown today. Some of them own studios, some of them have joined big studios outside India, some of them are heading studios in India. And I think that growth path gives us a very satisfying kind of a feeling. And then as our journey started, initially animation industry in India was working on outsourcing model. We are a part of ITES, IT enabled services. And we were doing service for foreign channels. We did service for Disney, Warner Brothers, DreamWorks, Sony, and many, creators from different countries. They used to send a pre-production kit to us. We used to animate and take it to the compositing level and send it back to them. Then we realized that we actually have learned the process of animation, and we wanted to grow up the value chain. And we started creating our own content. So there are quite a few shows which were created in Trivandrum by Jayakumar sir's studio. I was fortunate to create Little Krishna, Krishna Orkan, Shaktiman, Big Bees and many other shows. And then the journey of creating Indian content end to end and taking the Indian animated content all over the world began, because this is a very promising content. That animation content can be dubbed in any language, and its shelf life is very long. So what was created in 1950s, 60s, like Tom and Jerry, Scooby-Doo and all, you can still see it today, and it will be seen for another 100 years. And that's why creating Indian content and presenting it into the present day format on the digital content ecosystem that exists today is very important for us, because otherwise India will again miss the bus. And that's why our focus was to create artists not only to provide service, but also create artists who can actually think original and create original content. And few states actually played a very major role in creating original content, and Kerala was amongst one of the leading states in the cinema who created content with a very different variety of subjects. And I think that is one thing that pushed us to start creating something called as the state animation gaming policy. The reason why we pushed as an industry to create state animation gaming visual effects and comic policy was because in our curriculums we were never given marks for creativity, performing arts and design, and also sports. When anybody tells in your family that I want to make a career as an actor or a singer or a dancer or a sports person, the parents baffle a lot, and they then say, okay, Pele, engineering, medical, you do it in chartered accountancy, and then in a side by side as a hobby you do. But the time has come that the digital content economy is actually paying big time.
I'm very glad that you all are people here from the creative industry. You deal with camera. You deal with camera on the linear side, and you actually do really fast work and send it to the news, and that also is a very promising career. But how do we bring status to this industry? And that can come only by recognition from the government that it is an industry to reckon with, and you can make a career into this industry. So our effort by making state policies, and I started with Maharashtra for the first time in 1999, then in 2004, 2009, 2015, and now we had the 5th policy released last month, where animation, gaming, visual effects, comics is a very big section. But then we had an opportunity to talk to Karnataka government, to talk to Telangana government, and Madhya Pradesh government, and Goa, West Bengal, where we created an independent animation policy. And that's when we realized that Kerala needs to be in the same race, and we need to actually attract most of the artists who are gone out of Kerala and doing great work. Because of the policy, we can bring them back here, and that can help them create new content from here, and we can actually do a large amount of content creation from Kerala as a region, and it can become a hub for international content creation as far as services is concerned, and as far as original content is concerned. Both can actually play a very major role. Similarly, the post-production services and the visual effects services can grow phenomenally in this state, and during the lockdown we realized that large amount of artists who moved back to Kerala in their homes, they started delivering content from here. So that was again a very promising indication that we need to have a policy. And that's why I personally visited Kerala several times in the last 5 years, and was housed with Toons Animation, and we collected all the studios. We could get a list of almost about 138 studios of animation, gaming, visual effects, comics and XR in Kerala. And we formed an association called Society of Animation Institutions of Kerala, which is now Jay Kumar sir is the president. 72 people became the member, 72 studios became the member of this society. So the very fact is that we are able to actually have an ecosystem that is developing, which can actually look at the growth of this industry. Then we at FICCI started thinking, how do we really carve a special niche and a specialized policy. And that's when we met Saji Karun sir in few events, even in Cannes. He gave us an idea that we can work together, and all of us can come together. We can involve the skill development, education, we can involve the startup mission, we can involve the incubation center, and also look at all the studios ecosystem to create this policy. And then we started working on very specific needs of the policy, which the first draft was submitted, and there will be deliberations on this draft, and we are very hopeful that in the near future we are going to have a policy for Kerala which is focused on creative jobs, and particularly the post-production creative jobs that is a growth sector, and the gaming sector that is also doing extremely well in our country and providing service to the global creators. So we would like to really see that each and every aspect of animation, visual effects, gaming, comics and extended reality, which includes augmented reality, virtual reality and mixed reality, can also be included into the similar zone of skilling, and we are able to create a ecosystem whereby kids can very confidently take these subjects in the school and even in the higher education. So we would like to work closely with the state board for schools to put this education from the early age and get its recognition. We would like to work with the universities and develop the curriculum like we have created in many other states. And we would also like to see that there is infrastructure provided in the state for studios to grow,
and people to make career right into the state, because this is one industry where you can actually deliver content to anybody else, anybody in any part of the world, and that's why there is no hurdle to it. But then we would like to also see that we bring people constantly to the state of Kerala to see what kind of good work is happening here, what kind of artists actually work here. At the same time, give an opportunity to the studios from Kerala to actually present themselves in Cannes or in Kids Screen or MIPCOM or MIPTV and ATF, whereby people start realizing that Kerala is a hub now, and we should actually go and start outsourcing our work to Kerala. So I think these are multiple folds of interventions that needs to be done. Right now, studios are doing it on their own, but if you do it in a collective manner and there is a support of the policy, it's going to help the industry grow very fast. Presently, we are close to around 250,000 people working in AVGC XR sector in India. And in the next 10 years, we are going to require close to 22 lakh people. And we are also, in Media and Entertainment Skill Council, which was founded out of FICCI, we are actually releasing a skill gap report, which is at a national level. But we have also commissioned a specific state-wise skill gap report in our industry, and we will be soon releasing that also. So we would like to see that people are able to confidently come into our industry, make their career, do their education, and also create jobs into this sector, and create content which is actually going to make a mark all over the world. And the content is here to stay. So we would like to see that we provide a great platform and create a great environment, so that if all the stakeholders can actually grow this industry to the next level. I would like to actually ask Jaykumar sir to brief about Society of Animation Institutions of Kerala and the activities. Thank you, Shishi. Thank you, Varsha. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒരു പഠനം വന്നായിരുന്നു. ഇതൊന്നും നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പറഞ്ഞത് 2025 ആകുമ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ ടോട്ടൽ ലേബർ ഫോഴ്സിൻ്റെ 25% ഇന്ത്യയിൽ നിന്നായിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞത് അടുത്തൊരു 2 ഡെക്കേഡ്, അടുത്തൊരു 10-20 വർഷം ഇന്ത്യയുടെ വർഷങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഇഷ്ടമാതിരി ഉണ്ട്. നമ്മുടെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു വർക്ക് ഫോഴ്സ് ആകാൻ പറ്റുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് എങ്ങനെ ഗ്രാബ് ചെയ്യാം, അതാണ് അതിൻ്റെ കാതലായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് നമുക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ആൾക്കാരെ നൈപുണ്യവൽക്കരിക്കുക. അപ്പോൾ അതിന് ഒരു 9 സെക്ടറാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ ഒരു സെക്ടറാണ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് AVGC എന്ന് പറയുന്ന ഒരു സെക്ടർ. അപ്പോൾ ഈ സെക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇതൊരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ ഈ TV, ഫിലിം, ഈ ഒരു രംഗം എന്ന് പറയുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ അതിനും അമേരിക്കയിലൊന്നും പോകാത്ത ആൾക്കാരാണ്, പക്ഷെ എല്ലാ ആൾക്കാരും വളരെ വെസ്റ്റേണൈസ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ വ്യവസായത്തിനുള്ള ഒരു കൾച്ചർ ഇൻവേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ TVയും ഫിലിമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പല കൾച്ചറും നമ്മൾ ഇൻവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫിനാൻസിനപ്പുറം, ഇക്കണോമിക്ക് അപ്പുറത്ത് തന്നെ ഒരു വലിയ മാനമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഇൻഡസ്ട്രി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയാൽ ഇതിന് നമുക്ക് ഇക്കണോമിക്ക് ഒരു വലിയ ബൂസ്റ്റ് ആവും. പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 20-25 വർഷം ഈ ഇൻഡസ്ട്രി കേരളത്തിൽ നിലനിന്നത് എന്റർപ്രണേഴ്സ് മാത്രം വിചാരിച്ചതുള്ളൂ. അപ്പോൾ ഈ ലെവലിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ ആ ഗവൺമെൻറ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ പല ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നോളജ് മിഷൻ,
സ്റ്റാർട്ടപ്പ് മിഷൻ, അങ്ങനെ വിവിധ സർക്കാർ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഗവൺമെന്റിനടുത്ത് സംസാരിക്കാം, എങ്ങനെ നമുക്ക് ഈ ഒരു വ്യവസായത്തിനുണ്ട് പിന്നെ അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, ഇതെല്ലാം പിന്നെ വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സെഗ്മെന്റുകളാണ്. അപ്പോൾ ഈ സെഗ്മെന്റുകൾക്ക് എല്ലാം നമുക്ക് എത്തരത്തിൽ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാം. എങ്ങനെ ഈ നേരത്തെ പറഞ്ഞ ഇപ്പൊ ആകെ 2 ലക്ഷം ആൾക്കാരേ ഉള്ളൂ, അടുത്ത 10 വർഷം നമുക്ക് 20 ലക്ഷം ആൾക്കാരെ ഉണ്ടാക്കണം. അപ്പൊ ആ ഒരു ഇത് എങ്ങനെ പോസിബിൾ ആണ്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടികൾ പഠനം കഴിഞ്ഞ് ഇവിടുന്ന് എങ്ങനെ വെളിയിച്ചാടാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താനായിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോളിസിയുടെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. ആശീഷ് സാറ് പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ആൾക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിന് ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മാസം അവസാനം ഒരു AVGC കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആ ഇതിൽ വെച്ച് തീർച്ചയായിട്ടും ഈ പോളിസിയായിട്ട് ബന്ധപ്പെട്ടത് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സമയത്ത് പോളിസി ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു 5-10 വർഷം കൊണ്ട് ഈ വ്യവസായത്തിലൊരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞാൻ പിന്നെ ടൂൾസ് തുടങ്ങിയ സമയത്ത് 25 വർഷത്തിന് മുന്നേ നമുക്ക് ആൾക്കാർ അതിനെ ക്രിയേറ്റീവ് ഏരിയകളിലേക്ക് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. എല്ലാ ആൾക്കാർക്കും പാരൻസിനും എല്ലാം വന്ന് ഇന്ന് വളരെ മാറ്റമുണ്ട്, എന്നാലും പരിപൂർണമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, വലിയ സാധ്യതകളുള്ള വ്യവസായ രംഗമായിരുന്നിട്ട് പോലും. അപ്പോൾ ഈ അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് എത്രമാത്രം കുതിച്ചുചാട്ടം ഈ രംഗത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽവയ്പ്പാണ് ഈ പോളിസി. ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച ആശീഷ് സാറും അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വിവിധ യൂണിറ്റുകളുണ്ട്, അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. സായിക്കിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. Good afternoon, everyone. Actually, FICCI works in the different sectors of the economy. I'm sure you are aware, but I just wanted to just recap. We work in different sectors of the economy, 75 of them, and media and entertainment being one of the major ones that we have been working in the last 30 years. We've done a lot of policy changes. We've actually worked with the national governments and state governments at various levels. We started off by getting the industry status for the film industry, and post that we commissioned the first ever media and entertainment report, which actually gave numbers to this industry. And that after that we've been updating that every year. Also apart from that, we provide a lot of facilitation platforms so that people can come together, the industry can come together, ideate, and also discuss business, and also how does the industry grow in a robust manner is what our concern always is. So after working in various sectors of the economy, animation, gaming, visual effects is something that we've been working on since last 2000, in fact year 2000. And in fact, we've recently got the national policy in place. Suppose that we've been working with various state governments to bring out their policies. And Kerala is one of the major focus areas for us, because we thought that Kerala had a first mover advantage. They were already here. There are institutions and corporations which are working here. Apart from that, the government has also brought in various structures in place through the startup mission and other bodies that the government has. Also, there was a whole cluster called Kinfra, which was way ahead of its time, in fact. We thought this state definitely requires a state policy for animation, gaming, visual effects, so that it can work well. And we are here to actually lend support to the industry and work with the industry to bring out a policy. A first draft has already been submitted, and post that we will be doing whatever is required for this particular sector. Apart from that, we will also be looking at bringing together people in a conclave, so that we can kickstart an initiative which will actually
keep growing over the years, and we look forward to working. The startup mission. Thank you. So I represent Kerala Startup Mission. നമ്മൾ കുറച്ചധികം മാഡം നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് സെക്ടേഴ്സ് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതും നമ്മൾ സൺറൈസ് സെക്ടേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ നമ്മുടെ സ്ട്രെങ്സിനും വീക്ക്നെസസിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള കുറച്ച് സെക്ടേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നൊരു ഈ സെക്ടേഴ്സിന്റെ ഇതിനകത്ത് വരുന്ന ഒരു സെക്ടർ തന്നെയാണ് AVGC, AR, VR, XR എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് കോവിഡിന് മുമ്പും യൂണിറ്റി ഒക്കെ ആയിട്ട് ചേർന്ന് നമ്മളൊരു ഫ്യൂച്ചർ ടെക്നോളജീസ് ലാബ് AR, VR ഒക്കെ ചെയ്യാനുള്ള സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കോവിഡിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ AVGC പോളിസിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഡിസൈൻ സെന്റർ ഓഫ് എക്സലൻസ് ആൻഡ് ഡിസൈൻ ഇൻക്യുബേറ്റർ അത് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ റീസെൻ്റ്ലി റിലീസ് ചെയ്തു. വേർ നമ്മൾ ഇൻഡസ്ട്രി ബോഡീസ് ആയിട്ടും അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും ഇൻഡസ്ട്രി ബോഡീസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു സ്റ്റാർട്ടപ്സിനും ഓണ്ടർപ്രണർഷിപ്പിനും നല്ല മെന്റർഷിപ്പും അതേപോലെ സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം അതിനുള്ളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനമായിട്ടാണ് അതിന് നമ്മൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് പുറമെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് കണ്ടന്റ് ആൻഡ് ക്രിയേറ്റർ എക്കോണമി എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഫിസിക്സ് വാലിനെ പോലെയൊക്കെയുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാരെ പഠിപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഒരു യൂണിക്കോൺ സ്റ്റേറ്റസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങൾക്കും കേരളത്തിൽ ശരിക്കും അനന്തമായ സാധ്യതകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭകരെയും സംരംഭങ്ങളെയും ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇതിന്റെ സൂചനകളും അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിച്ച് അതിനനുസരിച്ച് പോളിസിയും സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം രൂപീകരിച്ച് ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഉദ്യമം ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ലാബ് സംവിധാനങ്ങൾ, ഇപ്പോൾ ഈവൻ ഹാർഡ്വെയർ പ്രോഡക്റ്റുകളും അതിനൊക്കെ വേണ്ടിയിട്ട് ഫാബ് ലാബ് അങ്ങനെ പല സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈവൻ ഇതിന്റെ ഒരു ടെക്നോളജി സൈഡ്, ഒരു ഹാർഡ്വെയർ സൈഡിൽ പോലും നമുക്ക് പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രതീക്ഷ. താങ്ക് യു. നമസ്കാരം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജീസ് ഇതിന്റെ ഡയറക്ടറാണ്. നേരത്തെ ഇവിടെ വിശദീകരിച്ച പോലെ ഇതൊരു 10-20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണെങ്കിലും അനിമേഷൻ സെക്ടറും അനുബന്ധ മേഖലകളും അടുത്ത കാലത്താണ് ഈ അനിമേഷനും വിഷ്വൽ എഫക്ട്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിമിംഗ്, കോമിക്സ് ഇതുമായിട്ട് ചേർത്ത് തന്നെ വയ്ക്കുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം കോമിക്സ് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തന്നെ കോമിക്സ് ജനറേറ്റ് ചെയ്ത് ബുക്ക് ഫോമിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനും ഡിജിറ്റലായിട്ട് തന്നെ സ്മാർട്ട് ഫോണിലെല്ലാം അവൈലബിൾ ആക്കുന്ന രീതിയിലേക്ക് കോമിക്സ് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ AR, VR, ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും ഇപ്പോൾ വളരെ കൂടുതൽ എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും എന്റർടൈൻമെന്റ് രംഗത്തായിട്ട് ഉപയോഗിച്ചു വരികയാണ്. അതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്നുള്ളതിൽ നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ നമുക്ക് കാണാൻ പറ്റുന്ന, ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഡ് റിയാലിറ്റി. ഈ ടെക്നോളജികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതാണ് വേണം അതെല്ലാം കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പോളിസി രൂപീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയും ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കഴിഞ്ഞ ഡിസംബറിൽ അതിലെ ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് വന്നു. ഏകദേശം 2000 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട്, ഈ മിഷന് വേണ്ടിയിട്ട്, നാഷണൽ AVGC XR മിഷന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 10% നമുക്ക് കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 20 ലക്ഷം പേര് ഈ മേഖലയിൽ അടുത്ത 10 വർഷം കൊണ്ട് തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയായിട്ട് മാറും. 20 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുന്ന മേഖലയായിട്ട് മാറും. അപ്പം അത്രയും കൂടി തൊഴിലിവിടെ സൃഷ്ടിക്കപ്പെടണം. അത്രയും പേര് ആ ടാലന്റ് നമുക്കിവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 2 ലക്ഷം പേരാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരുള്ളത്. അപ്പോൾ ഓരോ വർഷവും അതിൻ്റെയും ഒരു 10%, ഒരു 2 ലക്ഷം പേരെ കേരളത്തിൽ നിന്ന് ഈ മേഖലയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയണമെങ്കിൽ ഓരോ വർഷവും നമ്മൾ 20,000 പേർക്ക് ട്രെയിനിങ് കൊടുത്ത് പുറത്തിറക്കേണ്ടി വരും. ഇപ്പോൾ 1000-ൽ താഴെ അല്ലെങ്കിൽ ഏകദേശം 100 അല്ലെങ്കിൽ 200 എന്നുള്ള രീതിയിലൊക്കെയുള്ള ട്രെയിനിങ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അപ്പോൾ ടൂൺസ് അനിമേഷനാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ടും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം. ചില സർവകലാശാലകളിലൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾറെഡി തന്നെ നോളജ് ഇക്കോണമി മിഷൻ മുഖേന 20 ലക്ഷം പേർക്ക് 5 വർഷം കൊണ്ട് തൊഴിൽ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ മേഖലയിലും പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് മേഖലയായിട്ട് തൊഴിൽദായക മേഖലയായിട്ട് ഈ ABGC എക്സൈസ് സെക്ടർ മാറണമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണെങ്കിൽ ഈ മീഡിയ എൻ്റർടൈൻമെൻറ്റ് വരുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ്. IT രംഗത്തുള്ള മറ്റ് അനിമേഷനും അതുപോലെ തന്നെ AR XR എല്ലാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വരുന്നത് IT രംഗത്താണ്. അപ്പോൾ IT വകുപ്പും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് വകുപ്പ്, ആ രീതിയിലുള്ള പല വകുപ്പുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ പോളിസി രൂപം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KSFDCയും CDITും KDISCും സ്റ്റാർട്ടപ്പ് മിഷനും കൂടി ചേർന്നിട്ട് ഈ രീതിയിലൊരു പോളിസി ഈ രംഗത്ത് ABGC എക്സാം സെക്ടറിലുള്ള ഒരു ഡ്രാഫ്റ്റ് പോളിസി രൂപീകരിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ ഫിക്കിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫിക്കി മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ABGC എക്സാം പോളിസി ഉണ്ടാക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ്. അവരുടെ അനുഭവ സമ്പത്ത് കേരളത്തിലും ഈ ഒരു വ്യവസായം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകൾ നടത്തുകയും ഇന്നത്തെ ചർച്ചകളിൽ ഒരു പ്രീ ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച് സർക്കാർ വിരുദ്ധമായി സമിതി കൊണ്ട് പരിശോധിപ്പിച്ച് ഒരു ഡ്രാഫ്റ്റ് പോളിസി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കും എന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. അത് പിന്നീട് സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് വരുന്ന ഇതിനെല്ലാം സഹായകമായ രീതിയിലാണ് ഒരു ABGC XR കോൺക്ലേവ് അടുത്ത മാസം തിരുവനന്തപുരത്ത് വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും അക്കാഡമിക്സും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ടുള്ള ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട വലിയ വലിയ സ്റ്റുഡിയോകൾ വിദേശത്തും ഹോളിവുഡിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ രംഗത്തുള്ള വിഷ്വൽ എഫക്ട്സ് ഉപയോഗിക്കുന്ന വലിയ ഇപ്പോൾ സിനിമകളിൽ തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ തന്നെ വിഷ്വൽ എഫക്ട്സിൻ്റെ കണ്ടന്റ് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സിനിമാ ബഡ്ജറ്റിൻ്റെ 25 മുതൽ 50% വരെ വിഷ്വൽ എഫക്ട്സിന് നീക്കി വയ്ക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇത് കൂടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചരിത്ര സംവിധായകർ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ കോൺക്ലേവ് അടുത്ത മാസം നടക്കുന്നത്. അത് ആ കോൺക്ലേവിൽ വെച്ച് തന്നെ ഈ പോളിസി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ആ പോളിസി വരുന്നതോടുകൂടി തന്നെ ഈ ABGC XR സെക്ടറിലുള്ള ആ മേഖല അതിനകത്ത് വ്യവസായത്തിൻ്റെ വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിൻ്റെതായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെതായിട്ടുള്ള ഒരു വലിയ തലമുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള പ്രോത്സാഹനത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ക്രിയേഷനാണ്. കേരളത്തിലുള്ള ആർട്ടിസ്റ്റുകൾക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉൾപ്പെടെയുള്ള സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിട്ട് അത് മാറും. അപ്പോൾ ഈ വിവിധ മേഖലകൾ ചർച്ച ചെയ്യുന്ന ഒരു കോൺക്ലേവാണ് നടപ്പാക്കാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അതിൽ ഈ 4 സ്ഥാപനങ്ങൾ സർക്കാരിനെ പ്രതികരിച്ച് പങ്കെടുക്കുന്നുണ്ട് ഫിക്കിയോടൊപ്പം. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. താങ്ക് യു. നമസ്കാരം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1975 സ്ഥാപിക്കപ്പെട്ടപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പശ്ചാത്തല സംവിധാനം ഒരുക്കുകയും അതിൻ്റെ ടെക്നോളജി ഹയർ ആൻഡ് ടെക്നോളജി അവൈലബിൾ ആക്കുകയും ചെയ്യുക എന്നുള്ളൊരു മിഷനാണ് KSFDC. അപ്പോൾ നമ്മൾ ABGC ഇതിലേക്ക് വരുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ ടെക്നോളജി റിക്വയർമെൻറ്റ്സ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം. ഇറ്റ് ഈസ് ദ സെയിം. അപ്പോൾ നമ്മൾ വെർച്വൽ റിയാലിറ്റി ഷൂട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതും ഇതിന് ഗെയിമിംഗ് മറ്റേ ആനിമേഷൻ ഉപയോഗിക്കുന്നതുമായ സ്റ്റുഡിയോ സംവിധാനം, എക്യുപ്മെൻറ്റ്, ഇതിൽ പലതും കോമൺ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സിനിമ അല്ലെങ്കിൽ മൂവി എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വൈഡർ ഡെഫിനേഷൻ കൊടുത്തിട്ട് ഈ ABGC സെക്ടറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സും കൂടെ മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് KSFDCയുടെ ഇതിലുള്ള ഒരു കാഴ്ചപ്പാട്.
അപ്പോൾ അതിൽ നമുക്കിപ്പം ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി തന്നെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് അത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യം അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസും മറ്റ് സംവിധാനം ഉള്ളത് KSFDCക്കാണ്. അതേപോലെ കൊച്ചിയിലും നമ്മളൊരു അഡ്വാൻസ് ഫിലിം മേക്കിംഗ് സെൻറ്ററിൻ്റെ ഒരു ചർച്ച നടന്നു വരുന്നു. അതിലും വരുന്ന കണ്ടൻറ്റ് അതിൻ്റെ ടെക്നോളജിക്കൽ കണ്ടൻറ്റും മറ്റ് എക്യുപ്മെൻറ്റും സോഫ്റ്റ്വെയറും ഇതെല്ലാം ഈ AVGC സെക്ടറിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതേപോലെ നമ്മൾ ക്ലസ്റ്റേഴ്സ് ഡെവലപ്മെൻറ്റ് മറ്റ് പല ജില്ലകളിലായിട്ട്, ഇപ്പോൾ കേരളത്തിൽ 6-7 ജില്ലകളിലായിട്ട് ഇതിൻ്റെ സ്കില്ലിങ്ങിൻ്റെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഈ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിലും നമ്മുടെ അതിൻ്റെ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട് KSFDCക്കാണ് ഏറ്റെടുക്കാൻ പറ്റുക. പിന്നെ നമ്മൾ AVGC പാർക്ക് മറ്റ് പല സ്ഥലങ്ങളിലുള്ളതുപോലെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇതിലുള്ള ഒരു എന്താ പറയുക മാൻഡേറ്റ് എന്ന് വേണം പറയാവുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ AVGC സെക്ടറിനെ ബാധിക്കുന്ന എല്ലാ ഡൊമൈൻ എക്സ്പെർട്ടൈസും ഒന്നിച്ച് ചേർന്ന് വരുന്നു എന്നുള്ളതാണ് വലിയൊരു സിനർജി ഇതിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന് അതിൻ്റെതായ സ്ട്രെങ്സ് ഉണ്ട്, അവരുടെ റോൾ ഇതിൽ നിർവഹിക്കാനുണ്ട്, CDT-നുണ്ട്, അല്ല നോളജ് മിഷനുണ്ട്, KSFDCക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസഗ്രിഗേറ്റഡ് ആയിട്ട് പല ഏജൻസീസും പല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു ഒറ്റ പോളിസിക്ക് കീഴിൽ സർക്കാരിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസീസ് എല്ലാം ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, പ്രതീക്ഷിക്കുന്നതാണ്.